ഈ പെൺകുട്ടിയെ കാണാൻ എന്തു ഭംഗിയോ. എടി പെണ്ണെ, നഖം കടിക്കുന്നത് നല്ലതല്ല. നീയും ഇന്റർവ്യൂവിന് വന്നതാണോ? ഓ, ആ മകൾ ഈ മകളുമായി നേരിട്ട് സംസാരിക്കുന്നു. ആ മകൾക്ക് ഈ മകളെ കാണാൻ കഴിയുന്നു. വിചിത്രം തന്നെ. ഇത് രണ്ടും എങ്ങനെ സാധ്യമാകും? ഗുപ്ത, ഇവള് എടി പെണ്ണെ, നഖം കടിക്കുന്നത് നല്ലതല്ല. നീയും ഇന്റർവ്യൂവിന് വന്നതാണോ? ഞാൻ കണ്ടതും സംസാരിച്ചതൊക്കെ ഗുപ്ത കണ്ടിരുന്നോ? അല്ല, ഇനി എന്റെ തോന്നലായിരുന്നോ? എനിക്കും അതാണ് ഒന്നും തന്നെ മനസ്സിലാകാത്തത് മകളെ. എനിക്ക് മാത്രമേ നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും കഴിയൂ. ഇതെന്താ മായയാണോ അതോ ലീലയാണോ? പ്രഭോ, എന്ത് ലീലയാണിത്? ഗുപ്ത, സത്യം പറഞ്ഞോ, ഇതെല്ലാം നാടകമായിരുന്നില്ലേ? ആ പെൺകുട്ടി ഒരു ആത്മാവായിരിക്കുമല്ലേ? എന്നെ കളിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഗുപ്തൻ ഇതൊക്കെ ചെയ്യുന്നത്? നിന്നോട് കളിച്ചോണ്ടിരിക്കാനല്ലാതെ എനിക്കും എന്റെ പ്രഭുവിനും വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെങ്ങനെയോ? എക്സ്ക്യൂസ് മീ, ഗുപ്തനും കേട്ടായിരുന്നു ആ വിളിച്ചത്? വളരെ വ്യക്തമായി. നിങ്ങളെ തന്നെയാ? ഗുപ്ത, എന്നെ തന്നെയല്ലേ വിളിച്ചത്? നിന്നെ തന്നെയാണ് വിളിച്ചത് മകളെ. എന്നെയാണോ? നിങ്ങൾ ഞാനും അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് എന്നെ കാണാവുന്നല്ലാതെ ഇത്രയും വലിയ രൂപമായിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അതാണ് എനിക്കും ഒന്നും മനസ്സിലാകാത്തത് മകളെ. ഇതെന്ത് മായ? ഞാനിവിടെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാ? ഇവിടെ എന്താ പറഞ്ഞോ? മേജറിന്റെ വീട് ഇത് തന്നെയല്ലേ? ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവോ? എല്ലാരും വന്നല്ലോ അല്ലേ? എല്ലാരും വന്നു സർ. എന്നാൽ ഇന്റർവ്യൂ തുടങ്ങിയാലോ? ശരി. പക്ഷേ എനിക്ക് ഓക്കെ അല്ല.
ഇനി തുടങ്ങിയാലോ? ആ? അഞ്ജലി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഡാഡി ഞങ്ങളോട് സ്കൂൾ ലീവ് എടുത്തിട്ട് ഇവിടെ നിൽക്കാൻ എന്തിനാ പറഞ്ഞത്? വീഡിയോ ഗെയിം കളിക്കാനാണോ? കൂടെ നിന്ന് കെയർടേക്കറിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? ഉം. അതാ ഇവരൊക്കെ എന്നോട് വന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവര് തന്നെ വന്ന് റിക്വസ്റ്റ് ചെയ്തതാണോ മോളെ? എന്താ ഡൗട്ടാണോ? അവരങ്ങനെ വന്ന് പറയുന്നൊന്നും തോന്നുന്നില്ല. പിന്നെ നീ പറഞ്ഞതുകൊണ്ടാ ഒരു ഡൗട്ട് തോന്നിയത്. ഉം. അയ്യോ, നോക്കി കൊല്ലൂന്നാണല്ലോ തോന്നുന്നത്. നിനക്ക് തരാടി, നിനക്ക് വച്ചിട്ടുണ്ട്. നിന്നെ ശരിയാക്കി തരാം. അമ്മ ചേച്ചി പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി, ഞാൻ പോവാൻ ചേച്ചി, പ്ലീസ് ചേച്ചി. പക്ഷെ ഞാൻ നിനക്ക് ചേച്ചിയല്ലല്ലോ, ഞാൻ എലി, കൊരങ്ങി, പൂച്ച അതൊക്കെ ആണല്ലോ. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. പ്ലീസ് ശരി ചേച്ചി, പ്ലീസ്. കരയണ കണ്ടില്ലേ, വെറുതെ വിട്ടേക്കാം. ഇനി ഞങ്ങളെ ആരെ അങ്ങനെ വിളിക്കില്ലെങ്കിലും ഓക്കെ. വിളിക്കില്ല ചേച്ചി, വേണമെങ്കിൽ ഞാൻ പെങ്കി പ്രോമിസ് ഇടാം. ആ പോ പോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അയ്യോ, ഡാൻസ് കോമ്പറ്റീഷന്റെ ജഡ്ജിനെ പോലെ എത്ര പേരാ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നേരത്തെ തന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കൂ, അത് വേറെന്തെങ്കിലും ആണോ? നമ്പർ 1 വന്നോളൂ, വന്ന് ഇവിടെ ഇരിക്കൂ. ഒരാളെ നോക്കുന്നതേ ബുദ്ധിമുട്ടാ. ഇതാണെങ്കിൽ 4 പേരെ നോക്കണം. എങ്ങനെ നോക്കും? കുട്ടികളാണെങ്കിൽ കുസൃതി കാണിക്കാതിരിക്കൂ സർ. നമ്മളാണ് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും അവരെ നോക്കേണ്ടത്. ഇവരെന്താ എന്നെക്കാളും ഭയങ്കര ഓവറാണല്ലോ. നാളെ ഒരു ദിവസം വെള്ളം ചോദിച്ചാ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരണ മോളെന്ന് ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ. നെക്സ്റ്റ്. കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് കൊടുക്കാനേ ഞങ്ങൾ പറയും. പക്ഷേ ചിപ്സും കേക്കും ഒക്കെ വേണമെന്ന് അവർ പറയും. അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കും? ഇങ്ങനെയുള്ള കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നത് വളരെ തെറ്റാണ് മാഡം. എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് തന്നെ കൊടുക്കാതെ അവർക്ക് ഇഷ്ടമുള്ളതും കൂടി കൊടുത്താൽ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും മാഡം. റിജക്റ്റഡ്. നെക്സ്റ്റ്. ഹായ് സർ. ഇതാണ് അവസാനത്തെ ആള്. കുട്ടികൾ നിങ്ങൾ എങ്ങനെ നോക്കും? കുട്ടികളെ നോക്കുന്ന പോലെ നോക്കും മാഡം. അത് എങ്ങനെയാണെന്നാ ചോദിച്ചേ? മേഡം സാറും പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ അവരെ നോക്കും മാഡം. സൂപ്പർ. ചിലപ്പോ കുട്ടികൾ ആര് പറഞ്ഞാലും കേൾക്കില്ല. അപ്പൊ നീ എങ്ങനെ അനുസരിപ്പിക്കും? ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറഞ്ഞു നോക്കും. ഇല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ വിരട്ടിയോ നമ്മൾ പറയുന്ന പോലെ കേൾക്കാൻ അവരെ മാറ്റിയെടുക്കണ്ടേ സർ? ആ കൊള്ളാം, നൈസ്. കുട്ടികളെ സ്നേഹത്തോടെ വളർത്തണോ അതോ ഭയപ്പെടുത്തി വളർത്തണോ? സ്നേഹത്തോടെ പറഞ്ഞ ഈ കാലത്തെ കുട്ടികൾ എങ്ങനെയാ മേഡം കേൾക്കുന്നത്? ഭയപ്പെടുത്തിയാൽ മാത്രമേ നമ്മളെ അനുസരിക്കൂ. എന്താ പറഞ്ഞേ? ഭയപ്പെടുത്തണോന്നോ? കുട്ടികളെ ഭയപ്പെടുത്തിയാൽ നീ പറയുന്നത് കേൾക്കുമെന്നല്ലാതെ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല.
അല്ലെങ്കിൽ ഇവള് പറയുന്നത് ശരിയല്ലേ? ആ മഹേന്ദ്രൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കുന്നത് കൊണ്ടല്ലേ ഇവരെല്ലാം അനുസരിക്കുന്നത്? അങ്കിളും ആന്റി സ്നേഹത്തോടെയല്ലേ പെരുമാറുന്നത്? എന്നിട്ടോ പറയുന്നത് എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടോ ഇവര്? ഇവള് പറയുന്നത് തന്നെയാ ശരി. എനിക്കെന്തോ കെയർ ടേക്കറായിട്ട് ഈ പെൺകുട്ടി ആപ്റ്റ് ആയിരിക്കും തോന്നുന്നു. അങ്കിളിനും ഓക്കെ അല്ലേ? പക്ഷെ എനിക്ക് ഓക്കെ അല്ല. എനിക്കിവരെ ഇഷ്ടപ്പെട്ടില്ല. അഞ്ജലി, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. മുത്തശ്ശനും ഞാനും മുത്തശ്ശിയൊക്കെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ലേ ഈ തീരുമാനം എടുത്തത്? പറയൂ അങ്കിൾ. ഇവിടെ വന്നവരില് ഈ പെൺകുട്ടിയല്ലേ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ അതുപോലെ അവര് ചെയ്തോളും. എന്തു പറയുന്നു? ഇങ്ങനെയാണെങ്കിൽ വെറുതെ എന്തിനാ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തത്? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വെറുതെ സമയം കളഞ്ഞു. ഞാൻ പോന്നു. അഞ്ജലി, ഈ കിളവിയും കിളവനും സമ്മതിച്ചാ മതിയായിരുന്നു. ഒരു മിനിറ്റ്. ഉള്ളില് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നോ അതോ ഇന്റർവ്യൂ ടഫാണോ? അവരോരോന്ന് പറയും. കുട്ടികളെ നോക്കാനായി വന്നതാണോ അതോ രാജ്യത്തെ രക്ഷിക്കാനായി വന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിനും ചെയ്യുന്ന ജോലിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ എന്തു പറഞ്ഞാലും തെറ്റാന്നാ പറയുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് കെയർ ടേക്കറായി ജോലി നോക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ആൾക്കാരെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ബാടി പോവാം. അല്ല അത് ഹലോ. ദൈവമേ, എന്തൊക്കെ വന്നാലും ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ. ഈ ജോലി എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. പ്ലീസ് ദൈവമേ. ഹലോ രാഘവ സർ, ഞാൻ വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി താമസിച്ചു വാ. സെലക്ട് ആയ ആളിന് ഒരു കൺഗ്രാറ്റ്സ് പറയാം. പെട്ടെന്ന് വന്നേ. ശരി സർ. വന്നവരിൽ വെച്ച് ഈ പെൺകുട്ടിയെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞത്. പറഞ്ഞതല്ല, പറയിപ്പിച്ചെന്ന് പറ. ഈ കുട്ടിയെ തന്നെ സെലക്ട് ചെയ്യാ അങ്കിൾ. എന്തു പറയുന്നു? ഇനിയിപ്പോ ഇതില് പറയാൻ എന്തിരിക്കുന്നു? അങ്ങനെ തന്നെ ചെയ്തോ? ഇത്ര നേരമായിട്ട് ആ പെണ്ണെന്താ വരാത്തത്? ഇവിടെയാണെങ്കിൽ ഈ പെണ്ണിനെ അങ്ങ് സെലക്ട് ചെയ്യുമല്ലോ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സെലക്ടഡ്. మగమరి సరి సని పని సగమ పని సని పమగమ మగమరి సరి సని పని సగమ పని సని సరి సని సగ గమరి సని సరి సని సగ గమరి సని పని సని పాప మగమరి సరి గమ పని సరి సని పమగ.
സോറി. ഇവളോ? എടി പെണ്ണെ, നഖം കടിക്കുന്നത് നല്ലതല്ല. നീയും ഇന്റർവ്യൂവിന് വന്നതാണോ? ആ പെൺകുട്ടിക്ക് എന്നെ എങ്ങനെ കാണാൻ പറ്റി? ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റി? മിസ്റ്റർ ഗുപ്ത, മിസ്റ്റർ ഗുപ്ത, 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 എന്നെ കുറച്ചു നേരം ഒന്ന് എഴുതാൻ സമ്മതിക്കേ. നടന്നതൊക്കെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ആവുക. എല്ലാം അറിയാവുന്ന ആളാ, ഭാവിയും ഭൂതവും ഒക്കെ. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഷോക്കായത്? എല്ലാം ഇതിനകത്തുള്ളപ്പോ പിന്നെ നീ എന്തിനാ മകളെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഇവിടെ നടന്നത് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല, ആർക്കും സംഭവിച്ചിട്ടുമില്ല. എന്നുവെച്ചാ കുട്ടിക്കാലം തൊട്ട് അറിയാവുന്ന മഹേശ്വരി കാണുന്നില്ല, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് എന്നെ കാണുന്നില്ല, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണുന്നില്ല, അമ്മായി അമ്മാവനും കാണുന്നില്ല. അപ്പൊ പിന്നെ ഈ പെൺകുട്ടിക്ക് മാത്രം എങ്ങനെ എന്നെ കാണാൻ പറ്റുന്ന? ഞാൻ പറയുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റാ? അതിന് മാത്രം അവള് ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യങ്ങൾക്കൊന്നും എന്റെ കയ്യിൽ ഉത്തരവില്ല. പക്ഷേ ഇത് ദൈവനിശ്ചയമാണ്. ഒരു കാരണവുമില്ലാതെ ആ ദൈവം ഒന്നും തന്നെ തുടങ്ങി വെക്കാറില്ല. പക്ഷെ ആ കാരണം എന്താണെന്നും അതിന്റെ പിന്നിൽ എന്താണെന്നും ആലോചിച്ചിട്ട് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. നിങ്ങളെ ആരോ വരുമെന്നും എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ പെൺകുട്ടിയാണോ? അവള് ഞാൻ തമ്മിൽ അങ്ങനെ എന്ത് ബന്ധമുള്ളത്? അതെനിക്ക് അറിയില്ല, അറിഞ്ഞാലും പറയില്ല. നിങ്ങളെ ഗുപ്ത, ഞാനിപ്പോ മരിച്ചു പോയോ അതോ ജീവനോടെ ഉണ്ടോ? എന്നെ ഒന്ന് നുള്ളിക്കേ. ഒരു സംശയവുമില്ല, മരിച്ചുപോയി. എന്നെ പോലെ പാവപ്പെട്ടവരെ കൊല്ലാൻ മാത്രം അറിയാം. എന്നാ എന്തെങ്കിലും ചോദിച്ചാലോ അറിയില്ലെന്ന് മാത്രം കറക്റ്റ് ആയിട്ട് പറയും. യമദേവാ, ഉള്ള തലവേദന പോരാഞ്ഞിട്ടാണോ ആ മകൾക്ക് ഈ മകളെ കാണുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കിയത്? ഈ മകൾ ഇവളുടെ ഓരോ ചോദ്യം കൊണ്ട് എന്റെ തല പുണ്ണാക്കുമെന്നാണല്ലോ തോന്നുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും മറുപടി പറയണം. എവിടെ നിങ്ങളെ? നിങ്ങളോട് സംസാരിച്ചതേ വേസ്റ്റ്. ഞാൻ തന്നെ പോയി അന്വേഷിക്കാം. പ്രഭാ, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? All the best. ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ചവള് ദേ മുന്നില്. എവിടെ എത്തരുതെന്ന് വിചാരിച്ചോ അവിടെ തന്നെ എത്തിയിരിക്കുക. ഇനി മഹേന്ദ്രൻ എങ്ങാനും വീണ്ടും ഇവളെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാ പിന്നെ ഞാനിട്ട എല്ലാ പ്ലാനുകളും തകരും. അല്ല, ഇവൾ ആരായിരിക്കും? മഹേന്ദ്രനുമായിട്ട് ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇവളെങ്ങനെയാ ഞങ്ങൾക്കിടയിൽ വന്നു പെടുന്നത്?